കാലത്ത് എത്ര കുട്ടികൾ ഈ പാടത്തിറങ്ങിയും അല്ലെങ്കിൽ നെല്ല് കൊയ്യുന്നതും നെല്ല് വിതയ്ക്കുന്നതും ഒക്കെ എത്രത്തോളം കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ? എന്നാൽ അങ്ങനെ ഒരു അവസരം കുറച്ച് കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊപ്പം ചെളിയിൽ കളിച്ചും കൃഷി അറിവുകൾ പകർന്നും അവർക്കൊപ്പം ചേർന്നത് പത്മശ്രീ ചെറുവയൽ രാമനാണ്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാക്കിയ ചെളിക്കളത്തിലാണ് പത്മശ്രീ ചെറുവയൽ രാമൻ കുരുന്നുകൾക്ക് കൃഷി പാഠം പകരാനായി എത്തിയത്. കാർഷിക അറിവുകൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കുന്നതിനുമായാണ് ഈ കുട്ടികൾക്കായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചെളിക്കളം ഒരുക്കിയത്. ഇവിടുത്തെ ഫാം കാർണിവലിന്റെ ചെളിക്കളമാണ് കുട്ടികൾക്കായി തുറന്നത്. ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ രാമൻ കുട്ടികൾക്ക് പാരമ്പര്യ കൃഷി അറിവുകൾ ലളിതമായി പകർന്നു നൽകി. ചെളിയിൽ കളിച്ചും കൃഷിക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും വിജ്ഞാനപ്രദമായ നിമിഷങ്ങളാണ് കുട്ടികൾ അവിടെ ചെലവഴിച്ചത്. അപ്പോൾ നമുക്ക് ഈ വളം മാത്രമല്ല, ഇത് നമ്മൾ ഒരു 8 അടി അകലം വെക്കണം. കാരണം ഇതൊരു 4 ഇഞ്ച് പേര് അങ്ങോട്ടും പോകും, 4 ഇഞ്ച് പേര് ഇങ്ങോട്ടും വരും. അപ്പോൾ ഒരു 8 അടി അകലത്തേക്ക് വെച്ചേക്കണം. ഇത് വെച്ചാൽ മതി കണ്ടോ. നമുക്കറിയാലോ, പഴമൊഴി പറയാറുണ്ട്, കൂടുതൽ വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല അല്ലേ? അധികം വിളഞ്ഞ വിത്തിന് കൊള്ളില്ല എന്ന് പറയാറില്ലേ? അപ്പം അതുപോലെ അധികം വിളയാതെ ഇത്രയും പഴുത്തതിന് ശേഷം നമ്മൾ എടുക്കാവൂ കേട്ടോ. ഇന്ന് കൃഷിക്കാരൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. അപ്പോൾ ആ വില എങ്ങനെ ഉണ്ടാവണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, നമ്മളല്ല. മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഏത് ഉൽപ്പന്നമാണെങ്കിലും ഒരു 2-3 വർഷത്തേക്ക് അതിന് ന്യായമായ വില നിശ്ചയിച്ച് നിലനിർത്തുക. മറുകയില്ല എന്താണ് പണിയായുധം. ജയ് ജവാൻ ജയ് കിസാൻ. പത്മശ്രീ ചെറുവയൽ രാമനാണ് കുട്ടികൾക്ക് ഈ കൃഷിയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ട കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആശങ്കകൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് എന്തായാലും ഇതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും അല്ലേ? സാരംഗ് സുരേഷ് നമുക്കൊപ്പം ചേർന്നുണ്ട്. സാരംഗ്, ഇന്ന് കുട്ടികൾക്ക് എത്രത്തോളം ഈ ഒരു അനുഭവമൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് അറിയില്ല. ഇങ്ങനെ പാടത്തിറങ്ങുന്നതും ചെളിയിൽ കളിക്കുന്നതും ഒക്കെ ഇവിടെ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി, അവരത് ആവോളം ആസ്വദിക്കുകയും ചെയ്തു അല്ലേ സാരംഗ്? ജെൻസിക്ക് ശേഷമുള്ള കുട്ടികൾ അല്ലെങ്കിൽ വരുന്ന തലമുറ പൂർണ്ണമായും മണ്ണിനെയും മനുഷ്യനെയും അറിയാതെ പോകുന്നു എന്നുള്ളൊരു വാദം ആളുകളുടെ ഇടയിൽ നിന്ന് വലുതായി ഉയർന്നു വരുന്ന ഒരു സമയത്ത് അത് ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണ്. കാരണം ഒരുപക്ഷെയൊക്കെ തന്നെ കുട്ടികൾ പൂർണ്ണമായും മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആ രീതിയിലേക്കുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള കളികളിലേക്കും വിനോദ പ്രവർത്തനങ്ങളിലേക്കൊക്കെ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊരു പക്ഷേ ഈ മണ്ണിൻ്റെ മണവും അല്ലെങ്കിൽ ഒരു പുതുമഴ പെയ്യുമ്പോഴുള്ള ആ ഒരു രസമൊന്നും അറിയാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വീണ്ടും മണ്ണിലേക്ക് ഇറക്കുക, നമ്മുടെ നാടിൻ്റെ ചരിത്രം അവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരം, നമ്മുടെ നാടിൻ്റെ പൈതൃകം അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയവുമായിട്ടാണ് ഈ രീതിയിൽ ഗവേഷണ കേന്ദ്രം ഇങ്ങനെയൊരു പരിപാടി മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ചളിക്കളം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. അങ്ങോട്ടേക്ക് എത്തുന്നത് അവിടുത്തെ മുഖ്യാതിഥിയായി എത്തുന്ന ആൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ചെറുവയൽ രാമേട്ടനെ പോലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മണ്ണിനെയും മനുഷ്യനെയും യോജിപ്പിച്ച് നിർത്തുന്ന ഒരു മനുഷ്യനാണ് കുട്ടികൾക്ക് പ്രകൃതിയുടെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ആദ്യം ചളിയിലേക്ക് ഇറങ്ങി ചെന്ന് കുട്ടികളെ ഓരോരുത്തരെയായി അങ്ങോട്ടേക്ക് ക്ഷണിച്ച് ചെളിയിലേക്കൊക്കെ തന്നെ ഇറക്കി അവർക്ക് ഈ പ്രകൃതിയുടെ നല്ല അനുഭവങ്ങൾ പകർന്നു നൽകുന്നത്. എന്തായാലും അവർക്ക് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഒരുപക്ഷെ അറിയുന്നുണ്ടാവും. സംസ്ഥാന സിലബസിൽ കേരള പാഠാവലിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അനുഭവം കൂടി അദ്ദേഹത്തെ നേരിട്ടറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കൂടി മനസ്സിലാക്കാനും പഠിക്കാനും, അതോടൊപ്പം തന്നെ മണ്ണിലിറങ്ങി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തലമുറയും പിന്നീട് വന്നിട്ടുള്ള തലമുറകളൊക്കെ തന്നെ പ്രകൃതിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബന്ധം അടുത്തറിയാനും ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത മനസ്സിലാക്കാനും ഈ കുട്ടികൾക്ക് ഈ ചെളിക്കളം പരിപാടിയിലൂടെ എന്തായാലും സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള കൂടുതൽ പരിപാടികൾ നടക്കണം. ഇപ്പോൾ എന്തായാലും കാസർഗോഡ് ഒരു പക്ഷേ പൂർണ്ണമായും നഗരവൽകൃതമായി മാറാത്ത ഒരു മേഖലയാണ്. അതിൽ തന്നെ പിലിക്കോട് മേഖല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നല്ല ഗ്രാമാന്തരീക്ഷമുള്ള നല്ല സ്നേഹമുള്ള ഗ്രാമീണരായിട്ടുള്ള മനുഷ്യരുള്ള ഒരു മേഖലയാണ്. ഇനി കൂടുതൽ നമ്മുടെ മെട്രോ നഗരങ്ങളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ടുവരാനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം നല്ല NGOസും തീർച്ചയായും അങ്ങനെയുള്ള പരിപാടികൾ, പദ്ധതികൾ ഇനിയും ഉണ്ടാകട്ടെ.